വെൽക്കം ടു മൈ വ്ലോഗ്. ബ്ലഡി ഫൂൾ. അപ്പൊ ഇതിപ്പോ എവിടെ? ഹായ് ഹലോ. ഒരു ഹായ് ഹായ് ഗൈസ്. അപ്പൊ ഇതുവാണല്ലേ ഇത്ര ലേറ്റ് ആയേ? ഓ, ജീനനെ ഇതുവരെ കാണാത്തൊരു ലുക്ക്, ഹെയർ സ്റ്റൈൽ വരെ ചെയ്ത. അപ്പൊ നമ്മ ഇറങ്ങിയാലോ? ലേറ്റ് ആക്കണ ഇറങ്ങിയാലോ? അപ്പോ നമ്മള് ഇറങ്ങട്ടെ ഗൈസ്. നമ്മള് ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയാണ്. ഈദ് ഡേ ആണ് കേട്ടോ ഇപ്പൊ. നമ്മള് ഈദാണ് ഇന്ന്. അപ്പൊ നമ്മളൊരു ഫോട്ടോ ഷൂട്ടിനൊക്കെ വേണ്ടി പോവാണ്. നമ്മള് കപ്പ കഴിച്ച സ്ഥലമല്ലേ, അങ്ങോട്ടല്ലേ പോകുന്നേ? ആ ഒരു ലൊക്കേഷനിലേക്കൊക്കെ ആയിട്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ എങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ കഴിഞ്ഞ പെരുന്നാളും ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയില്ല ഞാൻ. ഇപ്പൊ പോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എവിടേക്കാ ഞെട്ടിക്കുന്ന കാര്യം കാണിച്ചു തരൂ. എന്താണ് കാണിച്ചതാ? ഞങ്ങള് ദേ കൊറേ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണല്ലേ. നിങ്ങള് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഫിറ്റ് കമന്റ് ചെയ്യണം. ഇവളുടേതാണ് ഭയങ്കര കളർഫുള്ള്. കറുപ്പാ? കറുപ്പിനൊക്കെ ഒരു സെയിം കളറാ. അപ്പൊ ഞാനും ഓർഡർ ചെയ്തിട്ട് ഇറങ്ങി. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. അതിങ്ങനെ ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ലൊക്കേഷൻ. ഓ, മുമ്പേ കളറിങ് ചെയ്തോ. പൊളി പൊളി എന്ന് വെച്ചാൽ പൊളി, അടിപൊളി. അപ്പോൾ ഇത് വരുന്നത് കവരത്തി ഐലൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ കയറി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. കണക്ട് ക്യാമറ ഒക്കെ കണക്ട് ചെയ്യട്ടെ. ആണ് ചെയ്യുവാൻ. കാരണം ഇന്നത്തെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഫോട്ടോഗ്രാഫർ സ്പോട്ടഡ്. പോയി അവരെന്തൊരു നിൽക്കണ്ടേ ഇവിടെ. അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ, അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ്. കുറച്ച് ഇരിക്കാന്ന് വെച്ചു. ഭയങ്കര വെയില്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഭയങ്കര വെയിൽ. അപ്പം ഭയങ്കര വെയിൽ, ബ്രൈറ്റ്നസ് കൂടിക്കഴിഞ്ഞല്ലേ നമ്മൾ വിചാരിച്ചത്ര ഒരു പെർഫെക്ഷൻ വരുന്നില്ല ഫോട്ടോസിന്. ഭയങ്കര ബ്രൈറ്റ്നെസ്സിലെ. അപ്പോൾ ഫോട്ടോസ് നമ്മളൊരു ഫോട്ടോ എടുക്കും. ഇവിടെ ഈ ഔട്ട്ഫിറ്റ് ഈ ഒരു ഗ്രീനറിക്ക് ഭയങ്കര മാച്ച്. അപ്പം ഞാൻ ഫോട്ടോ എടുത്തു. അവിടെ സ്റ്റാൻഡ് ഉണ്ട് ബാക്കിൽ. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തു കൊടുത്തു. കാര്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റൊക്കെ പിന്നെ റീക്രിയേറ്റ് ചെയ്യില്ലല്ലോ. ഈദ് ഡേ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ട്രിപ്പിന് പോയ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ ഫോട്ടോസ് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഒന്നുകൂടി എടുത്ത് കൊടുക്കാം. കാര്യം വീണ്ടും ആ സ്ഥലത്തേക്ക് വരില്ല എന്നുള്ള കാര്യം. അതൊരു അടിപൊളി പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഈ സ്ഥലം വിടാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളിനി നെക്സ്റ്റ് പോകുന്നത്
റീഫിലേക്കാണ് കേട്ടോ. അവിടെ റെമിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ റീഫിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഒരു 12 മണി സമയത്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ആരുമില്ല. റെമിനും എസ്ലിൻ ബേബിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ മുമ്പ് അവരെ ഇവിടെ നിന്ന് പോയി. അവിടെ വാപ്പയുടെ വീട്ടുകാരുമായിട്ട് ഒക്കെയായിരുന്നു വന്നത്. ഞങ്ങൾക്ക് ആകെ ഇവിടെ നിന്ന് കിട്ടിയത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഇത് കാപ്രിക്കോൺ അല്ലേ, അതാണ് കിട്ടിയത്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ കൊളീഗ് ബെസ്റ്റ് ഫ്രണ്ടുമാണ് കേട്ടോ ആഷിഖനെ മീറ്റ് ചെയ്തത്. അപ്പോൾ കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ മീറ്റിന് അടുത്ത മീറ്റ് പ്ലാൻ കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈദിനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ കളറും കൂടി ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് ഡ്രസ്സിന്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് ഇറങ്ങാമെന്നൊക്കെ വെച്ചു. ഇപ്പോൾ ഇവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം ഞാൻ പെട്ടെന്ന് കണ്ടില്ല. എനിക്ക് ആ ഒരു ലോങ് സൈറ്റ് ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ആഷിക പോയി. ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായി. അങ്ങനെ ഫോട്ടോസ് പിന്നെ എടുക്കാമെന്നുള്ള ഒരു ഇതിലേക്കായി. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. ഒരു പയ്യൻ ഗ്യാങ്സ് ഉണ്ട് ഇവിടെ. അതിനിടയില് അപ്പം നമ്മൾ ഒരു ഈദ് ഫോട്ടോഷൂട്ട് വ്ലോഗായിരുന്നു. അത്യാവശ്യമല്ല ഒരുപാട് ഫോട്ടോസ് കിട്ടി. മനസ്സിൽ തൃപ്തിയായ കുറേ ഫോട്ടോസ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 ഫോട്ടോഗ്രാഫേഴ്സും വന്നു. അതുകൊണ്ടിൽ പിന്നെ ഷാഹിയാത്ത് ബ്രോ, പിന്നെ ഷാഹിയാത്ത് ബ്രോ ആയിരുന്നു കേട്ടോ വന്നത്. പിന്നെ നമുക്ക് കുറേ കാൻഡിഡ് ഫോട്ടോസും കുറേ പോസ് ചെയ്ത ഫോട്ടോസും അങ്ങനെ കുറേ ഫോട്ടോസ് കിട്ടി. എന്തായാലും കളർഫുൾ ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോന് താഴെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫോട്ടോസ്, നമ്മളെടുത്ത ഫോട്ടോസ്, ഫോട്ടോഗ്രാഫർ എടുത്തത് നമ്മൾ പേജിൽ ഷെയർ ചെയ്യാം. കാര്യം അത് ഇപ്പോഴേ കിട്ടില്ല. അപ്പം ഇത് ഞാൻ നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ നല്ലൊരു എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് വൈകിട്ട് കറങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതും കൂടി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു ഇവിടെ നിന്ന്. അപ്പോൾ യെസ്, ബൈ ആൻഡ് ടേക്ക് കെയർ. വൈകിട്ട് കാണാം. എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മൾ എടുത്ത ഫോട്ടോസ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നു, അതും കൂടി കണ്ടോ.